നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ജ്യോതിഷവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാത്തതും എന്നാൽ ആചാരപരമായിട്ട് അതുപോലെ ഭക്തിയും ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രാധാന്യമുള്ളതുമായ ഒരു കാര്യമാണ് പറയുന്നത്. വേറൊന്നുമല്ല, വളരെ പ്രധാനപ്പെട്ട നിർജ്ജല ഏകാദശി വരികയാണ്. ജൂൺ 18 തീയതിയാണ് നിർജ്ജല ഏകാദശി. അതായത് ജൂൺ 17 തീയതി അതിരാവിലെ 4:45 ആരംഭിച്ച് ജൂൺ 18 തീയതി രാവിലെ 6:30 6:25 അവസാനിക്കുന്ന രീതിയിലാണ് ഏകാദശി വരുന്നത്. നിർജ്ജല ഏകാദശി എന്നുള്ളത് ഏകാദശികളിൽ വെച്ച് വളരെയേറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. അപ്പം നമ്മുടെ വൈഷ്ണവമായ ആചാരങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യമുള്ളൊരു ദിനമാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഏതാനും കാര്യങ്ങൾ പറയാം എന്ന് വെച്ചത്. ഏകാദശി ചാന്ദ്രമാസ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് ആചരിക്കുന്നത്. അതായത് ശകവർഷ കലണ്ടറുമായിട്ട് ജ്യേഷ്ഠമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിയാണ് നിർജ്ജല ഏകാദശി. ഈ നിർജ്ജല ഏകാദശി എന്ന് പറഞ്ഞാൽ ജലപാനമില്ലാത്ത വ്രതം. അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ജലപാനമില്ലാതെ വ്രതം എടുത്ത് ഭഗവത് ഭക്തിയോടുകൂടി, വിഷ്ണു ഭക്തിയോടുകൂടി ഒരു പകൽ മുഴുവൻ നമ്മൾ ജീവിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആചരിക്കുന്ന ഒരു വ്രതമാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കഠിനമായ വ്രതമാണ്, ഏകാദശികളിൽ വെച്ച് ഏറ്റവും കഠിനമായ വ്രതമാണ് നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത്. അപ്പോൾ 24 ഏകാദശികൾ അനുഷ്ഠിച്ച ഫലം നിർജ്ജല ഏകാദശി മാത്രം അനുഷ്ഠിച്ചാൽ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഫലസിദ്ധിയായിട്ട് പറയുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു കഥയുണ്ട്, ഒരു ഐതിഹ്യമുണ്ട്. ബ്രഹ്മദേവൻ സൃഷ്ടിച്ച താലജംഘൻ എന്ന് പറയുന്ന ഒരു അസുരൻ, അയാളുടെ മകനാണ് മുരൻ. ഇവർ ഇന്ദ്രലോകം ആക്രമിക്കുകയും ഇന്ദ്രപദം തട്ടിയെടുക്കുകയും ചെയ്തു. ദേവന്മാരെല്ലാവരും കൂടെ മഹാദേവനെ ശരണം പ്രാപിച്ചു. മഹാദേവൻ അവരെ വിഷ്ണു ഭഗവാന്റെ അടുത്തേക്ക് അയച്ചു. വിഷ്ണു ഭഗവാനിൽ നിന്ന് ഉത്ഭവിച്ച ഒരു ദേവിയാണ് ഏകാദശി എന്നു പേരുള്ള ദേവി. ഏകാദശി ദേവി മുരാസുരനെ നേരിടുകയും വധിക്കുകയും ചെയ്തു. അങ്ങനെ ദേവന്മാർ അസുരൻ്റെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആ ഏകാദശി ദേവി ഇത്രയും വലിയ ഒരു മഹത് കൃത്യം നിർവഹിച്ചതുകൊണ്ട് ദേവിയെ എല്ലാവരും ആരാധിക്കുന്ന ക്രമത്തിലേക്ക് വിഷ്ണു ഭഗവാന് ക്രമീകരിച്ചു. അപ്പോൾ അതാണ് ഏകാദശി വ്രതം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു വർഷത്തിൽ 24 ഏകാദശികളാണ് സാധാരണയായിട്ട് വരുന്നത്. അപ്പോൾ ഈ നിർജ്ജല ഏകാദശിക്ക് ഒരു പ്രത്യേകതയുള്ളത്, ഓരോ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് ഓരോ ഫലമാണ് ഉണ്ടാക്കുന്നത്. നിർജ്ജല ഏകാദശി എന്ന് പറയുന്നത് ആഹാരവും ജലവും പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചുള്ള ഒരു വ്രതമാണ് നിർജ്ജല ഏകാദശി. അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ളവർ, ഒരു ദിവസം മുഴുവൻ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ജീവിക്കാൻ കഴിയുന്നവർ മാത്രമേ ഇത്രയും കഠിനവ്രതം എടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർ വ്രതാനുഷ്ഠാനങ്ങളില്ലാതെ ഏകാദശി അനുഷ്ഠിക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. കാരണം ഡയബറ്റിക് പോലുള്ള അല്ലെങ്കിൽ ഷുഗറിൻ്റെ പ്രശ്നമുള്ള, ഷുഗർ താഴ്ന്ന അസുഖമുള്ളവർക്കൊക്കെ ഈ നിർജ്ജല ഏകാദശി എടുത്തു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആരോഗ്യമുള്ളവർ മാത്രമേ ഈ വ്രതം അനുഷ്ഠിക്കാവുള്ളൂ. എങ്കിലും ഇതിൻ്റെ ഒരു പ്രാധാന്യം നമുക്കൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. വ്രതമെടുക്കുന്ന ദിവസങ്ങളിൽ പകൽ ഉറങ്ങാനൊന്നും പാടില്ല. വിഷ്ണു സഹസ്രനാമവും നാരായണീയം, ഹരിനാമകീർത്തനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുക, അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ഭജനകൾ ജപിക്കുക. അപ്പോൾ ഇതൊക്കെ ഈ നിർജ്ജല ഏകാദശി വ്രതവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാവുന്ന കാര്യമാണ്. എല്ലാ ഏകാദശി വ്രതത്തിലും പകൽ സമയം നമ്മളതാണ് ചെയ്യുന്നത്. അപ്പോൾ നിർജ്ജല ഏകാദശിയുടെ ഒരു ഐതിഹ്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഭീമസേനൻ, പാണ്ഡവന്മാരിലെ രണ്ടാമനായ ഭീമസേനൻ വ്യാസഭഗവാനോട് ഏകാദശി അനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി.
അപ്പം ഭീമൻ പറയുന്നു, എല്ലാവരും ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നുണ്ട്, എനിക്കും അനുഷ്ഠിച്ചാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ 24 ദിവസങ്ങളിൽ ഭക്ഷണമില്ലാതെ ജീവിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. ഭീമസേനന് വൃഗോദരൻ എന്നൊരു പേരും കൂടെയുണ്ട്. എന്ത് കഴിച്ചാലും ദഹിച്ചു പോകും. ഭക്ഷണം വീണ്ടും വീണ്ടും എത്ര കഴിച്ചാലും ദഹിക്കുന്ന ഒരു ശരീരമാണ്. അങ്ങനെ അയാൾ ഭക്ഷണത്തിൻ്റെ ഒരു ആധിക്യം മൂലം അത് മുഴുവൻ ഇയാൾ നല്ല ശരീരത്തിൽ നല്ല ബലമായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് വ്യായാമമൊക്കെ ചെയ്യുന്നു, യുദ്ധപരിശീലനമൊക്കെ നടത്തുന്നത് കൊണ്ട് തന്നെ ശരീരം വളരെ ബലവത്തും വളരെ ഹാർഡുമാണ് അയാൾക്ക്. പക്ഷെ വിശപ്പ് സഹിക്കാനേ പറ്റുകയില്ല. അപ്പോൾ വിശപ്പ് സഹിക്കാതെ ദാനം ചെയ്താൽ മതിയോ? ഏകാദശി ദിനം എന്തെങ്കിലും ദാനം ചെയ്യണം എന്നൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ദാനം ചെയ്താൽ മതിയോ? അതുപോലെ തന്നെ ഭഗവാനെ പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വ്യാസ ഭഗവാൻ പറഞ്ഞ ഒരു മറുപടിയാണ്, ഒരു ഏകാദശി അനുഷ്ഠിക്കുകയാണെങ്കിൽ, അതായത് മിഥുന മാസത്തിലെ വെളുത്തപക്ഷത്തിലെ ഏകാദശി വ്രതം മാത്രം അനുഷ്ഠിച്ചാൽ 24 ഏകാദശികൾ അനുഷ്ഠിക്കുന്ന ഫലം നിനക്ക് ലഭിക്കും. അപ്പം ജലം പോലും ഉപയോഗിക്കാൻ പാടില്ല. കുളിക്കാനും അതുപോലെ തന്നെ വ്രതത്തിൻ്റെ ആചമനം നടത്താനും മാത്രം ജലം ഉപയോഗിക്കാം. അത് ആചാരപരമായ കാര്യമാണ്. നമ്മൾ ഈ കൈക്കുമ്പിളിലൂടെ അല്പം ജലം ഇറ്റിച്ച് ചുണ്ടിൽ തട്ടാതെ വായിലേക്ക് ഒഴിക്കുന്നത്, അതും നമ്മൾ തീർത്ഥം സ്വീകരിക്കുന്നതിൻ്റെ ഒരു ചടങ്ങാണ്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ, കുളിക്കാനും ജലം ആചമിക്കാനും വേണ്ടിയിട്ട് മാത്രം വെള്ളം ഉപയോഗിക്കാം. വേറെ ഒരു കാരണവശാലും ജലം ഉപയോഗിക്കാൻ പാടില്ല. ഭക്ഷണവും കഴിക്കാൻ പാടില്ല. അപ്പോൾ ഇത് മാത്രം എടുത്താൽ മതി, എല്ലാ ഏകാദശി വ്രതങ്ങളും എടുത്ത മംഗളം നിനക്കുണ്ടാകും എന്ന് വ്യാസഭഗവാൻ പറഞ്ഞു. അങ്ങനെ വ്യാസന്റെ ഉപദേശം സ്വീകരിച്ച് ഭീമൻ വ്രതമനുഷ്ഠിക്കുകയും സഹോദരങ്ങളായ പാണ്ഡവര് ഗംഗാജലവും തുളസി തീർത്ഥവും കൊടുത്ത് വ്രതം അവസാനിപ്പിക്കാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തു. അപ്പോൾ ഇതാണ് ഈ നിർജ്ജല ഏകാദശി അനുഷ്ഠിച്ച ഭീമസേനെ പറ്റിയുള്ള ഒരു കഥ. അതുകൊണ്ട് ഭീമസേനന് ബോധക്ഷയമുണ്ടായി എന്നും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്, കഥയ്ക്കകത്ത്. അതായത് ആഹാരവും കഴിക്കാതെയും ജലപാനം നടത്താതെയും ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ അനുഷ്ഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ബോധക്ഷയമുണ്ടായി. തീർത്ഥം കഴിച്ചപ്പോൾ അത് മാറി എന്നൊക്കെയാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഏകാദശിയുടെ ചടങ്ങ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഏകാദശി നോൽക്കുന്നവർ തലേ ദിവസം മുതൽ ഒരിക്കലെടുത്ത് വ്രതം ആരംഭിക്കണം. അന്ന് കിടക്കയിലൊന്നും കിടക്കാൻ പാടില്ല, വെറും നിലത്തോ അല്ലെ പായ വിരിച്ചോ കിടക്കണം എന്നാണ് പറയുന്നത്. ഈ വെറും നിലത്ത് കിടക്കണമെന്ന് പലയിടത്തും എഴുതി കാണുന്നുണ്ട്. പക്ഷെ അതിനകത്ത് യോഗശാസ്ത്രപരമായിട്ട് വെറും നിലത്ത് കിടന്ന് ഉറങ്ങരുത്, പായ വിരിച്ചോ കട്ടിയുള്ള തുണി വിരിച്ചോ കിടക്കാനാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുക. സുഖസൗകര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മെത്തയിലൊന്നും കിടക്കണ്ട എന്ന് പറയുന്നത്. ഏകാദശി നാൾ സൂര്യോദയത്തിന് മുമ്പ് ഉണർന്ന് ദേഹശുദ്ധിയൊക്കെ വരുത്തി മനഃശുദ്ധിയും വരുത്തി ശുഭ്രവസ്ത്രം ധരിച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കണം. വിഷ്ണു സഹസ്രനാമം, ഭഗവത്ഗീത, നാരായണീയം, ഭാഗവതം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജപിക്കാം. ഭഗവാന്റെ ഭജനകൾ മന്ത്രങ്ങളൊക്കെ അറിയാമെങ്കിൽ അതും ജപിക്കാവുന്നതാണ്. ഭഗവാന്റെ മന്ത്രങ്ങൾ നമുക്ക് സാധാരണ ജപിക്കാവുന്ന മന്ത്രമാണ് ഓം നമോ ഭഗവതേ വാസുദേവായ, പിന്നെ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മന്ത്രമൊക്കെ ജപിക്കാം. ഇതിനെല്ലാം ഒരുപാട് വ്യാഖ്യാനങ്ങളും അർത്ഥങ്ങളും ഉണ്ട്. അതുപോലെ ഓം നമോ നാരായണായ എന്നൊരു മന്ത്രമുണ്ട്, അതൊക്കെ ജപിക്കാം. ഇതെല്ലാം നമ്മൾ സാധാരണ ജപിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഭഗവത് കീർത്തനങ്ങൾ ചൊല്ലുകയും അത് കേൾക്കുകയും ഭഗവത് കഥകൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അപ്പം അങ്ങനെ ഇരിക്കുക, എന്നിട്ട് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, തീർത്ഥം സേവിച്ച് വ്രതം അവസാനിപ്പിക്കുക. അപ്പോൾ ഇതാണ് നമുക്ക് ഏകാദശി വ്രതത്തിൽ ചെയ്യാൻ പറ്റുന്നത്. ഏകാദശി ദിവസം പകൽ ഉറക്കം പാടില്ല എന്നുള്ളത് വ്യവസ്ഥയുണ്ട്. എല്ലാ ഏകാദശിക്കും അത് ബാധകമാണ്. അരി കൊണ്ട് ഉണ്ടാക്കിയ പദാർത്ഥങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. ദ്വാദശി ദിവസമാണ് വിഷ്ണു ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ച് പാരണ വീടുന്നത്, ഏകാദശി വ്രതം പൂർത്തിയാക്കുന്നത്. പാരണ വീടുക എന്ന് പറഞ്ഞാൽ തീർത്ഥം സേവിച്ച്
വ്രതം പൂർത്തിയാക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ രാവിലെ വ്രതം, ദ്വാദശി ദിവസം രാവിലെ വ്രതം അവസാനിപ്പിക്കുക. അതിനും കഴിഞ്ഞില്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ശേഷം മാത്രമേ പിന്നെ വ്രതം അവസാനിപ്പിക്കാൻ ആചാരമനുസരിച്ച് സാധിക്കുകയുള്ളൂ. ഉച്ച സമയത്ത് വ്രതം അവസാനിപ്പിക്കരുത് എന്നുള്ളതാണ്. സൂര്യൻ പിന്നെ പടിഞ്ഞാറോട്ട് ചാഞ്ഞു കഴിഞ്ഞ ശേഷമേ, രാവിലെ പറ്റിയില്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം സൂര്യൻ പടിഞ്ഞാറേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ശേഷമേ പിന്നെ വ്രതം അവസാനിപ്പിക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നിർജ്ജല ഏകാദശി എടുക്കാൻ കഴിയാത്തവർ വിഷ്ണു മന്ത്രങ്ങൾ ജപിച്ച് മനഃശുദ്ധിയും ശരീരശുദ്ധിയൊക്കെ വരുത്തി ആ ദിവസം ചെലവഴിച്ചാൽ മതിയാകും. അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ചെറിയ വഴിപാടുകളൊക്കെ കഴിക്കാം. മനസ്സിൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടിയും മനസ്സിന് ഒരു കേന്ദ്രീകൃത അവസ്ഥ, മനസ്സ് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കാൻ വേണ്ടിയിട്ട്, ഭഗവാൻ എന്ന് പറയുന്ന ആ ശക്തിയിലേക്ക് കേന്ദ്രീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ക്ഷേത്ര ദർശനവും വഴിപാടുകളുമൊക്കെ പറയുന്നത്. അപ്പം അങ്ങനെ കുടുംബത്തിനും സ്വന്തമായിട്ടും എല്ലാം നല്ല ഐശ്വര്യമുണ്ടാകാൻ വളരെ ഉത്തമമാണ് ഈ ഏകാദശി. രോഗശാന്തി ഉണ്ടാകും, കുടുംബ സ്വസ്ഥതയുണ്ടാകും, മനഃശാന്തി ഉണ്ടാകും, സമ്പത്തും കീർത്തിയും ഉണ്ടാകും. ഏറ്റവും വലിയ പ്രത്യേകത, ശത്രുക്കളിൽ നിന്നൊക്കെ, അവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ഉപകരിക്കും. സന്താനം സൗഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് ഏകാദശി വ്രതം നോൽക്കുന്നതിലൂടെ സന്താന സൗഭാഗ്യവും ഉണ്ടാകും. അപ്പം അങ്ങനെ പുരുഷ സൂക്താർച്ചന, ഭാഗ്യസൂക്താർച്ചന, ആയുർ സൂക്താർച്ചന, വെണ്ണ നിവേദ്യം, പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ, തുളസിമാല സമർപ്പണം, താമരമുട്ട് സമർപ്പിക്കുക, താമര പൂ കൊണ്ടുള്ള അർച്ചന സമർപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ വ്യാഴദോഷമുള്ളവരും ഈ വിഷ്ണു പ്രാധാന്യമുള്ള വ്രതങ്ങൾ അനുഷ്ഠിക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഐശ്വര്യങ്ങൾ, ദോഷമൊക്കെ മാറി ഒരുപാട് ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് ആചാരപരമായിട്ട് പ്രാധാന്യമുള്ളൊരു കാര്യമായതുകൊണ്ട് നിർജ്ജല ഏകാദശിയെപ്പറ്റി പ്രത്യേകം പറഞ്ഞു എന്നുള്ളതാണ്. അപ്പം ഈ വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ദയവായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരം വഴിപാടുകൾ ചെയ്യുന്നവർ, അല്ലെങ്കിൽ ഇത്തരം ആചാരങ്ങൾ പാലിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അറിവിലേക്കായിട്ട് നിങ്ങളുടെ പുതു തലമുറയ്ക്കോ ആർക്കെങ്കിലും ഉപകാരപ്പെടുമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ. ശ്രീ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഭാഗ്യാനുഭവമായിട്ട് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.